ഹലോ, വെൽക്കം ടു മൈ ചാനൽ ടോക്ക് വിത്ത് റോസ്മി. എൻ്റെ മുൻപിലുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാമെന്നുള്ളത്. കാരണം ഈ അസുഖം എനിക്ക് പുതുമയുള്ള ഒരു അസുഖമായിരുന്നു. ഞാനതിനെക്കുറിച്ച് കണ്ടിട്ടില്ല, ഒന്നും വായിച്ചിട്ടില്ല, ഒരു വീഡിയോ പോലും ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങളും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന MS-നെ കുറിച്ച്, അതായത് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് വളരെ കുറവാണ്. അപ്പോൾ എന്താണ് MS എന്ന് എൻ്റെ അറിവിൻ്റെ മാക്സിമം നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം പച്ചാളത്ത് ലൂർദ് ഹോസ്പിറ്റലിലാണ്. ഇവിടെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ബോബി വർക്കിയുടെ കീഴിലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ എന്താണ് MS എന്നുള്ളതിൻ്റെ പുറത്തേക്ക് എങ്ങനെയാണ് എനിക്ക് ലക്ഷണങ്ങൾ വന്നതെന്നുള്ളതാണ് ഇതിൽ പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്. ഈ MS നമുക്ക് സ്വതവേ വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസ് വളരെ കുറവുള്ള ഒരു അസുഖമാണ്. അതായത് ഇതൊരു സിംറ്റമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധമാണ് MS തരുന്ന സിംറ്റംസ്. അതെനിക്ക് ആദ്യം ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമുക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് പോകത്തില്ല. അതായത് ഞാൻ നടക്കുമ്പോൾ എൻ്റെ അരികത്ത് നടക്കുന്ന ആൾ പറയുമായിരുന്നു എൻ്റെ അടുത്ത് എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടി നടക്കുന്നതെന്ന്. പക്ഷെ അതൊക്കെ ഒരു സിംറ്റമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തരുന്നത് വരെ. നമ്മളെന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് വിട്ടു പോവുക, പിന്നെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാവുക, പിന്നെ നമ്മൾ കാലിൽ തരിപ്പ് വരിക എന്ന് പറയില്ലേ, തരിച്ച് ഇങ്ങനെ കയറി വരിക, അതേപോലെ നമ്മുടെ കാലിന് പെട്ടെന്ന് മടങ്ങി ട്വിസ്റ്റായി പോവുക കാല്, പിന്നെന്താണ് ഭയങ്കരമായിട്ടുള്ള തലവേദന, നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിൻ്റെ സിംറ്റംസ് ആണ്. അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് ഒരു അക്യൂട്ട് അറ്റാക്ക് ഉണ്ടായത് എൻ്റെ കണ്ണിലാണ്. അതായത് ഈ പറയുന്ന സിംറ്റംസ് കുറച്ച് സിവിയറായിട്ട് എനിക്ക് തോന്നിയിരുന്ന ഘട്ടങ്ങൾ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 2024 ഡിസംബർ 25 ക്രിസ്മസിന് ഇന്ന് രാത്രിയാണ് എനിക്ക് കണ്ണിന് ആദ്യം എൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള കണ്ണ് എനിക്ക് എൻ്റെ പ്യൂപ്പിളിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റക്ക് ഔട്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതായത് ഈ പ്യൂപ്പിൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതേ ഇല്ല. ലിറ്ററലി പറഞ്ഞാൽ നമുക്കൊരു കോണിന് വരത്തില്ല അത്. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മനസ്സിലാക്കി എടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കുഴപ്പമില്ലാതിരുന്ന് എനിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കോണിന് വന്നതെന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ആലുവയിലുള്ള ഡോക്ടർ ടോണി സൈക്കെയറിൽ ഞാൻ പോകുന്നതും അവിടുത്തെ സ്ഥലമോളജിസ്റ്റ്, പ്രത്യേകിച്ച് ന്യൂറോ സ്ഥലമോളജിസ്റ്റ് ഡോക്ടർ രേവതിയെ ഞാൻ കാണുന്നത്. മാം അത് ചെന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഐസ്, ഇതൊരു ന്യൂറോളജിക്കൽ ഇഷ്യൂ ആണ്, താനത് MRI ചെയ്യണമെന്ന് പറഞ്ഞ് മാമാണ് എനിക്ക് MRI സജസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ഞാൻ ബ്രെയിനിൻ്റെ MRI ചെയ്യുന്നതും. അപ്പോൾ ബ്രെയിനിൻ്റെ MRIയിലാണ് എനിക്ക് ഒത്തിരി അധികം ലീഷേഴ്സ് കാണപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ ലീഷേഴ്സ് എന്താണെന്ന് പറഞ്ഞു തരാമെന്നുള്ളത്. പിന്നീടാണ് ഞാൻ ഡോക്ടർ ബോബി വർക്കിയെ കൺസൾട്ട് ചെയ്യുന്നതും സാറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സാറിൻ്റെ വായിൽ നിന്നുമാണ് ഞാൻ MS എന്ന് പറയുന്ന ഈ അസുഖത്തെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് അഥവാ MS എന്താണെന്ന് ഒന്ന് നോക്കാം. MS എന്ന് പറയുന്ന അസുഖം മെയിനായിട്ട് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ ബ്രെയിൻസ് ഉണ്ട്, നമ്മുടെ എല്ലാ ഞരമ്പുകളും ഉണ്ട്, നമ്മുടെ സ്പൈനൽ കോഡ് ഉണ്ട്. അപ്പോൾ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് അഥവാ MS എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിന് പലതരമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് വരുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഡോക്ടറിനോട് ആദ്യം ചോദിച്ച ചോദ്യവും അത് തന്നെയായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ അസുഖം വന്നു. അതായത് ഫിസിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരാൾക്ക്, ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്നൊരു അക്യൂട്ട് അറ്റാക്ക് എന്തുകൊണ്ട് വന്നു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് സ്ട്രോക്കാണ്. കാരണം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളും MS-ൻ്റെ ലക്ഷണങ്ങളും വളരെയധികം സിമിലറാണ്. എന്താണ് വന്നു എന്നുള്ളതിന്
നമ്മുടെ ബോഡി തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും RBC ഉണ്ട്, WBC ഉണ്ട്. അപ്പോൾ ഈ WBCകൾ മിസ്ഡയറക്റ്റഡ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും ഞരമ്പുകളുടെ കവറിങ് മൈലിൻ ഷീറ്റിനെ നശിപ്പിക്കുന്ന അസുഖമാണ് ഈ പറയുന്ന MS. നമ്മുടെ ഞരമ്പുകൾക്ക് എല്ലാവർക്കും കവറിങ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഞരമ്പുകളിലൂടെ മെസ്സേജ് പാസ്സാകുന്നതും നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്നതും നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ബ്രെയിനിലും സ്പൈനൽ കോഡിലും എത്തി നമ്മുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന നെർവുകളുടെ കോട്ടിംഗ് ആയിട്ടുള്ള മൈലിൻ ഷീറ്റ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും നശിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന WBC രക്താണുക്കൾ പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് അഥവാ MS എന്ന് പറയുന്ന അസുഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പം ഞാൻ ചോദിച്ച ഡോക്ടറിനോടുള്ള അടുത്ത ചോദ്യമാണ്, ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഒരാളിൽ വരുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒബ്വിയസ്ലി ആർക്ക് വേണമെങ്കിലും വരാം, എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഉത്തരം, ഈ MS എന്ന് പറയുന്ന അസുഖം മെയിനായിട്ടും ഫീമെയിൽസിലാണ് ഒരു മോസ്റ്റ് പ്രോബബ്ലി 80% കാണപ്പെടുന്നത്. പിന്നെ ജനറ്റിക് ആണോ എന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പോൾ ഇതൊരിക്കലും ജനറ്റിക് ആയിട്ട് നമുക്ക് പാരമ്പര്യങ്ങൾ കൈമാറി വരുന്ന ഒരു അസുഖമേ അല്ല. ഒരു എക്സെപ്ഷൻ കേസ് ഉള്ളതെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ട്വിങ് ആയിട്ടുള്ള സിബ്ലിംഗ് ഉണ്ട്, ഒരു ടിങ് സിസ്റ്ററോ ട്വിങ് ബ്രദറോ ഉണ്ട് എങ്കിൽ മേ ബി ഒരു 10% അയാൾക്ക് ഇത് കാണപ്പെടാതിരിക്കാം. അല്ലാതെ നമ്മുടെ പാരമ്പര്യമായിട്ട് തലമുറകൾ കൈമാറി വരുന്ന ഒരു ഡിസീസായിട്ട് ഇതിനെ കണക്കാക്കുന്നതില്ല. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ക്രോണിക് ഡിസീസാണ്, ഒരു ക്രിട്ടിക്കൽ MS പെടുന്ന തരത്തിലുള്ളൊരു ഡിസീസാണിത്. നമുക്ക് ഈ MSൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ഈ MS ആണെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയാണ് മെക്ഡൊണാൾഡ്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈറ്റീരിയയിൽ പല ഘട്ടങ്ങളുണ്ട്. ഒന്നാമത് ചെയ്യുന്നത് നമ്മൾ ബ്രെയിൻ സ്പൈനൽ കോഡ് MRI എടുക്കും. അപ്പോൾ MRI എടുത്തതിന് ശേഷം നമുക്ക് അതിൽ എന്തെങ്കിലും പ്ലാക്സുകളുണ്ടോ, അതായത് പ്ലാക്സ് എന്ന് പറയുന്നത് ഡീമൈലിനേറ്റഡ് ആയിട്ട് ഞരമ്പിൻ്റെ കവറിങ് പോയിട്ടുള്ള രീതിയിൽ എവിടെയെങ്കിലും കാണപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഡിറ്റക്ട് ചെയ്യും. ദെൻ ചെയ്യുന്നത് VP SSEP എന്ന് പറയുന്ന 2 ടെസ്റ്റുകളാണ്. അപ്പോൾ VP എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പുകൾ, ഐയുടെ നെർവുകൾ എന്തിനെങ്കിലും ഈ പറയുന്ന MS ഡീമൈലിനേറ്റഡ് ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, പ്ലാക്സ് ഉണ്ടോ എന്ന് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കും. ദെൻ ചെയ്യുന്നതാണ് LP. എൻ്റെ മുൻപിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് LP ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മുടെ നട്ടലിൽ നിന്നും നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, തലച്ചോറിൽ നിന്നും നട്ടലിലേക്ക് വരുന്ന ഒരു ഫ്ലൂയിഡാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ആ ഫ്ലൂയിഡ് എടുത്ത് അതിൽ ഒലിഗോക്ലോണൽ ബാൻഡുകൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന LP. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ രോഗം MS ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ MS തന്നെ പലതരമുണ്ട്. എൻ്റെ വേരിയൻ്റ് റിലാപ്സ് റെമിറ്റിംഗ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആണ്. അതായത് കൃത്യമായ ഇടവേളകളിൽ ഇതിൻ്റെ റിലാപ്സുകൾ, ഇതിൻ്റെ അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആണ് എനിക്ക് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിവിയർ അക്യൂട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കണ്ണിനാണ് വന്നിരുന്നത്. പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് ബോഡിയിലുള്ള പെയിനിനേക്കാൾ അപ്പുറമാണ് നമുക്ക് ഈ രോഗമാണെന്ന് നമ്മുടെ മനസ്സിലാക്കുക, മനസ്സ് അംഗീകരിക്കുക എന്നുള്ളത്. നമുക്ക് മെൻ്റൽ ഡിസേബിലിറ്റിയാണ് ഫിസിക്കൽ ഡിസേബിലിറ്റിയേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒത്തിരി അധികം ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇതുപോലുള്ള കുറേ ക്രിട്ടിക്കലായിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാവുക, ഇനി നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും, ഇനി ഇതിൽ അകപ്പെട്ട് പോകും എന്നൊക്കെയുള്ള മനസ്സിൻ്റെ തോന്നലുകളില്ലേ, അതിൽ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ മാറ്റേണ്ടത്. എനിക്ക് ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 2 മാസം അടുപ്പിച്ചെടുത്തു ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ആൻഡ് നമുക്കിങ്ങനൊരു രോഗമാണെന്ന് അറിയുമ്പോൾ എല്ലാവരും നമ്മളെ പൊതിയുമല്ലേ. അപ്പോൾ പലതരത്തിലുള്ള ആളുകൾ നമുക്ക് പ്രത്യേക തരത്തിലുള്ള കെയറുകൾ തരും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മുടെ ബോഡിയെ, നമ്മുടെ മൈൻഡിനെ പിടിച്ചു നിർത്തേണ്ടത് നമ്മളാണ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഈ രോഗനിർണയവും അതിനുശേഷമുള്ള കാലഘട്ടത്തിലും എനിക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു
മെൻ്റൽ എബിലിറ്റി തന്നെ ആയിരിക്കണം. കാരണം ഞാനിതിൻ്റെ കുറേയൊക്കെ ലക്ഷണങ്ങളെ അവഗണിക്കാൻ തുടങ്ങി. അവഗണിക്കുക എന്ന് പറയുന്നത് മെഡിക്കലി അവഗണിക്കുക എന്നുള്ളതല്ല, മാനസികമായിട്ട് ഞാനതിനെ അവഗണിക്കാൻ തുടങ്ങി. ഇതൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളൊരു അവഗണന ഞാൻ ഈ MS-ൻ്റെ ലക്ഷണങ്ങൾക്ക് സ്വയമേ കൊടുത്തു തുടങ്ങി. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമുക്ക് ബ്ലാഡർ ഇഷ്യൂസ് വരും. അതായത് ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടൈം പീരീഡിൽ നമുക്ക് യൂറിനേഷൻ വരിക, നമുക്ക് എന്താണ് ബാക്കിയുള്ള നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് വ്യത്യാസം വരിക, ബുദ്ധിമുട്ട് വരിക, നമ്മുടെ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യേണ്ട ടൈം കൂടുക. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് കളിയാക്കലുകളും കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ നമ്മൾ അതിജീവിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്യൂറിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ വരുന്നത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ കണ്ണിനാണ് ആദ്യത്തെ അക്യൂട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ്ലി പോയ ഒരു മെഡിസിൻ ആയിരുന്നു മീഥൈൽ പ്രൊഡ്നിസോളോൺ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ. പിന്നീട് എനിക്കെടുത്ത ഇഞ്ചക്ഷനാണ് റിട്രിക്സിമാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ തന്നെ MS-ൻ്റെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡായിട്ടുള്ള മെഡിസിനാണത്. അപ്പോൾ ഈ മെഡിസിനുകൾ എടുത്താൽ പോരെ തനിക്ക്, താൻ എന്തിനാണ് ഈ അലൻറ്റസ്മാബ് എടുക്കാൻ നടക്കുന്നത് എന്ന് ചോദിച്ച് കയറാറുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റിട്രിക്സിമാബ് എന്ന് പറയുന്ന മെഡിസിൻ ഒരു കംപ്ലീറ്റ്ലി ക്യൂറബിൾ മെഡിസിൻ അല്ല. ഇതെന്ന് പറയുന്നത് നമ്മളൊരു നിരന്തരമായ ഒരു കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചെടുക്കേണ്ടതായിട്ടുള്ള മെഡിസിനാണ് ഈ റിട്രിക്സിമാബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്രകാരം ജീവിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ രോഗത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഈ രോഗത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുക, എനിക്ക് നല്ലവണ്ണം ജീവിക്കേണ്ട നല്ല കാലം ടെൻഷൻ അടിച്ച് കളയുക എന്നുള്ളത് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മാരേജ് കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ട ടൈം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന റിട്രിക്സിമാബ് എടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചതിൻ്റെ കാരണം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് എടുത്തു തുടങ്ങാൻ പോകുന്ന മെഡിസിൻ്റെ പേരാണ് അലൻറ്റസ്മാബ്. ഇതിനെക്കുറിച്ച് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനൊപ്പം ചെയ്യാം. അലൻറ്റസ്മാബ് ഈ മരുന്ന് നമ്മൾ വെറും 8 ഇഞ്ചക്ഷൻ കൊണ്ട്, അതായത് ആദ്യത്തെ വർഷം 5 ഇഞ്ചക്ഷനും രണ്ടാമത്തെ വർഷം 3 ഇഞ്ചക്ഷനുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് MS ക്യൂർ വരെ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ്. പക്ഷേ ഈ മരുന്നിന് നല്ലൊരു ചിലവ് വരുന്ന ഒരു മരുന്നാണ്. ഏകദേശം 18 ലക്ഷം രൂപയോളം ഈ മരുന്നിന് ഒരു എക്സ്പെൻസായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ മിക്കവരിലും ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരു ദീർഘകാലം നമ്മൾ റിട്രിക്സിമാബ് എന്ന് പറഞ്ഞ മരുന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, നമ്മൾ എത്രയും പെട്ടെന്ന് MS ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രതിരോധ മരുന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു എഫക്റ്റ് ഉണ്ടാകും. MS നമുക്ക് തടഞ്ഞു നിർത്താനും ഒരുപക്ഷെ ഓൾമോസ്റ്റ് ക്യൂർ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തിക്കാനും പറ്റും. ഡോക്ടർ പറഞ്ഞതുപോലെ അലൻറ്റസ്മാബ് എന്ന് പറയുന്ന ഒരു ഇൻഫ്യൂഷനാണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ഒരു 90% MS ക്യൂറബിൾ ആക്കുന്ന മെഡിസിനാണ്. അതായത് എനിക്കുണ്ടാകുന്ന ഈ വേരിയൻറ്റിൻ്റെ റിലാക്സ് പൂർണ്ണമായിട്ടും നിർത്തുന്ന രീതിയിലുള്ള ഒരു മെഡിസിനാണ് ഇപ്പോൾ എനിക്ക് എടുക്കാൻ പോകുന്ന മെഡിസിൻ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റാണ് നമ്മളെ ഒന്ന് പിന്നോട്ട് വലിക്കുന്നതെങ്കിൽ കൂടി ദീർഘകാലം റിട്രിക്സിമാബ് എടുക്കുന്ന കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് ഇറ്റ്സ് അഫോർഡബിൾ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാകണം. അപ്പോൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ അലൻറ്റസ്മാബ് എടുക്കുവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഓരോ MS സ്ഥിരീകരിക്കുന്ന രോഗികളോടൊപ്പം, MS എന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ എന്ത് രോഗം സ്ഥിരീകരിച്ചാലും നമ്മൾ ആ രോഗിയുടെ ഒപ്പം നിൽക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ശാരീരികമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ വളരെയധികമാണ് നമുക്കൊരു രോഗം ഡിറ്റക്ട് ചെയ്താൽ മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനായിട്ട് നിങ്ങൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതെ ഒപ്പം നിന്ന്, കൂടെ നിന്ന്, അവരുടെ ഒപ്പം നിന്ന് ആ രോഗത്തിനെ എതിരിടാൻ എല്ലാവരാവുന്ന വിധം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട്
ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം എന്നാലാവുന്ന വിധം എങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആവുന്ന വിധം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിച്ചവർക്കും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തവർക്കും ഒപ്പം നിന്നവർക്കും കൂടെ നിന്നവർക്കും എന്താണ് ഇതിനോട് എതിർത്ത് നിന്നുകൊണ്ട് എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ സ്വന്തമായിട്ടൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. ആൻഡ് എല്ലാവരും പ്രാർത്ഥിക്കുക.